പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ആ വണ്ടിയിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ വരെ നമുക്ക് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു 180 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്ലേ ബാക്ക്, നമ്മൾ ഇതുവരെ റെക്കോർഡായിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും പ്ലേ ബാക്ക് നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ കാർ റിവ്യൂസ് ആണ് ചെയ്യാറ്. റീസെൻ്റ്ലി നമ്മളൊരു കാറിൽ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ആൻഡ് ഫീച്ചേഴ്സിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തത് ഒരു കാറിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആക്സസറി ഇന്നത്തെ സിറ്റുവേഷനിൽ ഡാഷ് ക്യാം ആണ് എന്നുള്ളതാണ്. 100% ശരിയാണ്. നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയിലും ഡാഷ് ക്യാം നമ്മൾ വച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് കാറുകൾ വാങ്ങുന്നത്. ആ കാറിൻ്റെ ഒരു 24/7 പ്രൊട്ടക്ഷൻ വേണം. അതല്ല, കാറിൽ യാത്ര ചെയ്യുന്ന നമ്മൾക്ക് ഇപ്പോൾ നാട്ടിലെ സിറ്റുവേഷനിൽ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങളുടെ കാറിൽ എന്താണെങ്കിലും ഒരു ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മളൊരു 15,000 തൊട്ട് 17,000 രൂപ ബഡ്ജറ്റിലെ ഡാഷ് ക്യാം സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയൊരു ഡാഷ് ക്യാമാണ് റെഡ് ടൈഗറിൻ്റെ F7 Elite എന്ന് പറഞ്ഞ ഡാഷ് ക്യാം. ഒരു 15 തൊട്ട് 17,000 രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡാഷ് ക്യാം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഡാഷ് ക്യാമാണ് ഈ റെഡ് ടൈഗറിൻ്റെ F7 Elite. ഈ ഡാഷ് ക്യാം നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് അൺബോക്സ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഈസിലി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തെല്ലാം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് ഡേ ആൻഡ് നൈറ്റിൽ ഇതിൻ്റെ വിസിബിലിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൈഗർ F7 Eliteൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇത് 4K റെക്കോർഡിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 4Kയിലും ബാക്ക് ക്യാമറ 1080pയിലുമാണ് റെക്കോർഡ് ആവുന്നത്. ഇതിനകത്ത് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 5.8 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസ് കൺട്രോൾസ് വരുന്നുണ്ട്. ലൂപ്പ് റെക്കോർഡിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർവിസിൻ്റെ സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. G സെൻസേഴ്സ് അഡീഷണലി വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇതിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 128 GB മെമ്മറി കാർഡും ബിൽറ്റ് ഇൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് എന്തെല്ലാം ആണ് കൊടുത്തിരിക്കുന്നതെന്ന്. നമുക്ക് ആദ്യം തന്നെ ഇത് ഒട്ടിക്കാനായിട്ടുള്ളൊരു സ്റ്റിക്കർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഒരു കൺട്രോൾസ് കാര്യങ്ങൾ വരുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് 3 ബോക്സായിട്ട് അതിനകത്ത് വരുന്നത്. ഇത് ഫസ്റ്റ് നമ്മളുടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ യൂസർ മാനുവൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമ്മൾ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ള കുറച്ച് സ്ക്രീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രീൻ ഇൻസൈഡ് ചെയ്തിട്ട് ഇതിനകത്താണ് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ ഗ്ലാസ്സിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. അതുപോലത്തെ 3 or 4 ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ ക്യാമറ യൂണിറ്റ് വരുന്നത്. ഇതാണ് മെയിൻ ക്യാമറ യൂണിറ്റ്. ഇതിൻ്റെ ബാക്കിൽ ടച്ച് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺസ് കാണാം. ഇതാണ് നമ്മുടെ 128 മെമ്മറി കാർഡ് വരുന്നത്. ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ശരിക്കും ഈ ഒരു പോർഷനാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യണം. ഇത് പക്ഷേ ഇതിനകത്താണ് നമ്മൾ GPS ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി ക്യാമറയാണ് അടുത്ത ബോക്സിനകത്ത് വരുന്നത്. അത് അത്യാവശ്യം വലിയ വയറിംഗ് കിറ്റോട് കൂടി തന്നെ ആണ് സെക്കൻഡറി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ആ ക്യാമറ നമുക്ക് ഐദർ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ആക്സസറി കൊടുത്തിരിക്കുന്നു, അതല്ലെങ്കിൽ വാഹനത്തിനകത്താണെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് അതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ആ ലെങ്ത്ത് കിട്ടാൻ പാകത്തിന് അത് അത്രയും വലിപ്പം അതിനകത്ത് അല്ലെങ്കിൽ നീളം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് വരുന്നത് അതിൻ്റെ വയറിംഗ് കിറ്റുകളാണ്. അതിൻ്റെ ആ ഇൻസ്റ്റാളേഷൻ കിറ്റ് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കിറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വരുന്നത് ഈസി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊരു ടൂൾ വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ പറയാൻ മിസ്സായൊരു സംഭവമാണ്. ഇത് നമ്മളുടെ 12 watt ചാർജറിലേക്കാണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു USB ചാർജിങ് ഓപ്ഷനും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ 12 wattലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏത് കാറിലും ഈസി ഇൻസ്റ്റാളേഷനും ഉപയോഗിക്കാനും നിങ്ങൾക്ക് പറ്റും. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ 12 വോൾട്ടിൻ്റെ ചാർജിങ് ബോർഡിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു USB ചാർജിങ് ബോർഡും കൂടി റെഡ് ടൈഗർ കൊടുക്കുന്നുണ്ട്. അത് ഈ വശത്തെ കൂടെ എടുത്ത് പിന്നെ ബാക്കി വയേഴ്സ് എല്ലാം ഇൻവിസിബിൾ ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ബാക്ക് വശം വരെ ബാക്കിലെ ക്യാമറയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ കൊടുത്താണ് ചോദിച്ചത്. 100 രൂപയാണ് അവർ ചാർജ് ചെയ്തോളൂ. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈസിലി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി
നമ്മൾ ആ ഒരു ഹാർമസ് വയറിംഗ് കിറ്റൊക്കെ മേടിച്ച് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് ചെയ്യിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഇത് 12 വോൾട്ടിൻ്റെ ചാർജിലേക്കാണ് കണക്ട് ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വണ്ടി ഓൺ ചെയ്യുന്ന സമയം തൊട്ടായിരിക്കും അത് റെക്കോർഡാവുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്യാമറ ഓണായി വന്നിരിക്കുന്നത് കാണാം. ഇനി ചെറിയൊരു അനിമേഷനോട് കൂടി ആ റെഡ് ടൈഗറിൻ്റെ അനിമേഷനോട് കൂടി അത് ഓണായി വരും. യെസ്, ഇത്രയേ ഉള്ളൂ. അത് ഫ്രം ദെയർ ഓൺവേർഡ്സ് ഇത് റെക്കോർഡിംഗ് ആണ്. കറക്റ്റ് ആ ടൈം സ്റ്റാമ്പ് കാര്യങ്ങൾ വന്നു. അവിടെ നിന്ന് ഓൺവേർഡ്സ് നമ്മൾ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് റെക്കോർഡിങ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡിവൈസിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഫുൾ ടച്ച് സ്ക്രീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, ടൈം മാത്രം അത് ഓഫ് ആവുന്നുണ്ട്, പക്ഷേ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ്, ബാക്കും ഫ്രണ്ടും റെക്കോർഡിംഗ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് സ്വൈപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സ്ക്രീൻ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് കുട്ടികളാരും കയറി പണിയാണ്ടിരിക്കാൻ യൂസ്ഫുൾ ആണ്. പിന്നെ അതിന് നടുക്ക് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സെറ്റിങ്സ്, അതിനകത്ത് റെസൊല്യൂഷൻ, നമുക്ക് ഫ്രണ്ട് ക്യാമറ 4K, ബാക്ക് ക്യാമറ 1080p, പിന്നെ സൗണ്ട് റെക്കോർഡിങ്, ലൂപ്പ് റെക്കോർഡിങ്, സൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ഓഫ് ചെയ്തിടാം. പിന്നെ ലൂപ്പ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. G സെൻസർ, വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 5.8 GHz വൈഫൈ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ താഴത്തേക്ക് പോകുന്നതോറും കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ടൈം സോണ്, അങ്ങനെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് ഫിസിക്കൽ ബട്ടണുകളുണ്ട്. ഈ കാണുന്നത് നമ്മളുടെ ആ ഒരു കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടണുകൾ തന്നെയാണ്. ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മെനുവിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യണം. ഒരു വണ്ടിയുടെ എന്തെങ്കിലും കണ്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വശത്തായിട്ട് നമുക്ക് പവർ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഈ പവർ ബട്ടണിൽ നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ക്രീനുകൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ മാറുന്നത് പോലെ ഓരോ സ്ക്രീനിലേക്ക് മാറുന്നത് കാണാനായിട്ട് പറ്റും. അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിവൈസ് ഓഫ് ചെയ്യാനാണ്. അതിൻ്റെ താഴെ നമുക്ക് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. ഈ ഡിവൈസ് നമുക്കൊരു 180 ഡിഗ്രിയിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഈ കോർണറിൽ വന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവരെയും തിരിച്ചു വെച്ചിട്ട് വീഡിയോ കാര്യങ്ങൾ റെക്കോർഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഫോണിലേക്ക് ഇതിൻ്റെ ആപ്പ് കണക്ട് ചെയ്യുന്നതിന് നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് വൈഫൈയിൽ 5.8 GHz വൈഫൈ ഓൺ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളുടെ ഫോണിനകത്ത് വൈഫൈ ഓൺ ചെയ്യുക. വൈഫൈ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഡ് ടൈഗറിന് നമുക്ക് കാണിക്കുന്നത് കാണാം. യെസ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ട് ചെക്കിംഗ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡൺ. ഇത് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ വൈഫൈ ഇതുമായിട്ട് കണക്ട് ആവും. നമ്മൾ നേരെ റെഡ് ടൈഗറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ആയി വരുന്നു. ആപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഇതിനകത്ത് ആ സ്ക്രീനിൽ കാണുന്ന സെയിം പ്രിവ്യൂ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്ലേ ബാക്ക്, നമ്മൾ ഇതുവരെ റെക്കോർഡായിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും പ്ലേ ബാക്ക് നമുക്ക് കിട്ടും. നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നമുക്ക് ലഭിക്കും, പ്ലേ ബാക്കുകൾ ലഭിക്കും, അങ്ങനെയെല്ലാം. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് അർജൻറ്റിലേക്ക് മാറ്റിയിടണമെങ്കിൽ അർജൻറ്റ് എന്നുള്ള സ്ക്രീനിലേക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇപ്പോൾ ഒരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി അതിനകത്ത് തന്നെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ മെമ്മറി കാർഡ് ഊരിയതിന് ശേഷം നിങ്ങൾക്ക് ലാപ്പിൽ എവിടെയും കണക്ട് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡാഷ് ക്യാമറയുടെ ഫ്രണ്ട് വ്യൂ ആണ്. 4K റെസൊല്യൂഷനിലാണ് വീഡിയോ റെക്കോർഡ് ആവണ. ഒരു രക്ഷയില്ല, അപാര ക്ലാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ആ വണ്ടിയിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ വരെ നമുക്ക് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ നമ്പർ മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ നമ്പർ വരെയും നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് വിസിബിൾ ആവുന്നുണ്ട്. നിയർ ബൈ ഉള്ള ബോർഡുകൾ വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല. 4K റെസൊല്യൂഷന്റെ ആ ഒരു ഫുൾ ക്ലാരിറ്റിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ക്യാമറ വിഷ്വൽസ് ആണ്. നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ വരുന്ന വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ആ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ബാക്കിൽ വരുന്ന ബോർഡുകളാണെങ്കിലും എല്ലാം നമുക്ക് ഫ്രണ്ട് ക്യാമറ പോലെ തന്നെ ക്ലിയർ ആയിട്ട് ബാക്ക് ക്യാമറയും ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ F7 എലൈറ്റിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. നൈറ്റിൽ ഒരു രക്ഷയില്ല. ഇപ്പൊ ആ കാറിന്റെ നമ്പർ വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന. അത്രയ്ക്ക് ക്ലിയർ ആണ്. 4K റെസൊല്യൂഷൻ ആണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം വൈഡ് ആയിട്ട് നമുക്ക് റോഡ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഒന്ന് ഡിം ആണെങ്കിൽ അത്യാവശ്യം ക്ലിയർ വിസിബിലിറ്റി ഉണ്ട്. ബ്രൈറ്റ് ആവുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമുക്കേ കാണാൻ പറ്റുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയണ്ടല്ലോ.
അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് നൈറ്റ് വിഷൻ. 4K റെസൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഡേ നൈറ്റിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ക്ലാരിറ്റിയിൽ നൈറ്റിലെ ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഈ റെഡ് ടൈഗറിന്റെ ക്യാമറയിലെ മൈക്കിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസുകളാണ്. നമുക്ക് ഇതിനകത്ത് വോയിസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിത് ഓൺ ചെയ്ത് അതിന്റെ ഒരു മൈക്കിന്റെ ക്വാളിറ്റിയും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് ചെയ്തത്. ആ ക്യാമറയുടെ നൈറ്റ് വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഫുട്ടേജ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. രാത്രിയാണെങ്കിലും നമുക്ക് ആ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. കാരണം നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്പർ പ്ലേറ്റിന് മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടിയുടെ നമ്പേഴ്സ് വരെ അല്ലെങ്കിൽ നമ്പർ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടൈം ലൂപ്പ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ലൊരു സീനറി കാണുകയാണ്, അത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ടൈം ലൂപ്പ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ 4Kയിൽ തന്നെ അത് റെക്കോർഡ് ചെയ്ത് വ്ളോഗിംഗ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ G4 സെൻസേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്നോട്ട് റെക്കോർഡ് ആവുന്നൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് റെക്കോർഡായി കഴിഞ്ഞാൽ നൈറ്റിൽ ബാറ്ററി നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി കുറയുന്നതിനനുസരിച്ച് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്ന ഒരു ഫീച്ചറും കൂടിയും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഡാഷ് ക്യാമിന് പ്രൈസ് വരുന്നത് 26,990 രൂപയാണ്. ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 45% ഓഫർ ലഭിക്കുന്നുണ്ട്. 15,000-ൽ താഴെ 14,835 രൂപ പ്രൈസിന് നിങ്ങൾക്കിപ്പോൾ ഇത് വാങ്ങാനായിട്ട് പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് യൂസ് ചെയ്ത് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾ ഡയറക്റ്റ്ലി വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 128 GB മെമ്മറി കാർഡും കൂടിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ 15,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡാഷ് ക്യാം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഡാഷ് ക്യാം തന്നെയാണ് റെഡ് ടൈഗറിൻ്റെ F7 Elite. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരു വാഹനത്തിന് യൂസ്ഫുൾ ആവുന്ന ആക്സസറീസിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താം. നമുക്ക് മാക്സിമം ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.